ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ കൂടെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. ആമേൻ. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധ സ്നേഹാ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാണിതേ. യൂദാ വിശുദ്ധ സ്നേഹാ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാണിതേ. യൂദാ വിശുദ്ധ സ്നേഹാ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാണിതേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ഇപ്പോൾ ഒന്ന് പറയുക. കർത്താവേ, ഞങ്ങൾ പറയുന്നു, ഈ ആലയത്തിൽ വന്ന നിയോഗം സമർപ്പിച്ച ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ചേർന്ന് പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ചേർന്ന് പാടാമോ? പുണ്യദാതാ യേശുവിൻ സ്നേഹദൂതാ, പൂജനാം പുണ്യദാതാ യേശുവിൻ സ്നേഹദൂതാ, യൂദാത്താവേബൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. യൂദാത്താവേബൂസേ നിൻ പാദപീഠത്തിൽ
കൈകൂപ്പി നിന്നിടുന്നു. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നിയോഗത്തെ എന്താണോ നമ്മൾ സമർപ്പിച്ചത് അതിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കരങ്ങളിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നമുക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ ആവശ്യത്തെ പറയാമോ? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാകും, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയമാകും, തലമുറയുമായി ബന്ധപ്പെട്ട വിഷയമാകും. ആ അവസ്ഥയെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഞങ്ങളെ സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്ന് എങ്കിലും ചേർന്ന് ഒറ്റിക്കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്ന് എങ്കിലും മഹിമ പ്രതാപമോടെ വാണിടും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ. മഹിമ പ്രതാപമോടെ വാണിടും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ശുശ്രൂഷകർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നു. അടുക്കള മുതൽ ഈ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, പ്രതിഫലമില്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാം ഓർക്കുന്നു. നമുക്ക് കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ഈ വിഷയത്തെ പ്രാർത്ഥിക്കാം. ശുശ്രൂഷകർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവിധ ദൈവീക സംരക്ഷണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. മന്ത്രവാദത്തിലും കൂടോത്രം ക്ഷുദ്രപ്രയോഗം ദുഷ്ടചിന്തകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ശുശ്രൂഷകരുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തികളിൽ നിന്നോ ഇവിടെ വരുന്ന ഒരു ജനവും വേദനിക്കാൻ പാടില്ല. ഏറ്റവും നന്നായി പെരുമാറുവാൻ, ഏറ്റവും നന്നായി ഇവിടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവരോട് ഇടപെടുവാൻ ശുശ്രൂഷകരെ ബലപ്പെടുത്തണമേ.
ഇവിടെ ധാർഷ്ട്യം കാണിക്കാനോ വലുപ്പം കാണിക്കാനോ വലിയ ആളാണെന്ന് കാണിക്കുവാനോ ഒന്നുമുള്ള ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ദൈവ ശുശ്രൂഷകരാക്കി മാറ്റണമേ. എളിമയോടും വിനയത്തോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാനും എൻ്റെ കുടുംബവും സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ക്ലേശം നിറഞ്ഞിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ, ക്ലേശം നിറഞ്ഞിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ, ശരണമില്ലാരുമീ തനയരിൽ കൃപ നീ ചൊരിഞ്ഞിടുദയാനിധേ. ശരണമില്ലാരുമീ തനയരിൽ കൃപ നീ ചൊരിഞ്ഞിടുദയാനിധേ.